കോഴിക്കോട് വടകര കരിമ്പനപ്പാലത്തിന് സമീപം കാരവാനിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മരിച്ച കാസർഗോഡ് സ്വദേശി ജോയലിന്റെയും മലപ്പുറം സ്വദേശി മനോജിന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിച്ചതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പ്രാഥമിക പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകും. കോഴിക്കോട് വടകര കരിമ്പനപ്പാലത്തിന് സമീപം കാരവനിൽ 2 പേരെ മരിച്ചതായി കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി. ഡോഗ് സ്ക്വാഡിന്റെയും വിരലടയാള വിദഗ്ധരുടെയും ഫോറൻസിക് സംഘത്തിന്റെയും എല്ലാം പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. മരിച്ച കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജോയലിന്റെയും മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജിന്റെയും ഇരുവരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് എന്താണ് കൃത്യമായ മരണകാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരികയുള്ളൂ. അതായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കണ്ണൂരിലേക്ക് ഒരു വിവാഹ സംഘത്തെ എത്തിക്കാനായിട്ട് പുറപ്പെട്ടതായിരുന്നു ഈ കാരവൻ. കണ്ണൂരിൽ വിവാഹ സംഘത്തെ ഇറക്കി തിരിച്ചു വരുന്നതിനിടയ്ക്കാണ് വടകരയിൽ ഇത്തരത്തിൽ വാഹനം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ വിശ്രമത്തിനാണോ വേണ്ടി നിർത്തിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും ഈ വാഹനം ഇവിടെ നിന്ന് പുറപ്പെടാത്ത നാട്ടുകാർക്ക് സംശയം തോന്നിയിരുന്നു. എന്നാൽ വാഹനത്തിൻ്റെ ഉടമയായിട്ടുള്ള പൊന്നാനി സ്വദേശിയായിട്ടുള്ള നാസർ വടകരയിലെ തൻ്റെ സുഹൃത്തിനെ വിളിക്കുകയും വിളിച്ച സമയത്ത് സുഹൃത്തെത്തി ഇവിടെ പരിശോധിക്കുന്ന സമയത്താണ് വാതിൽ തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇതോടെ നാട്ടുകാരും പോലീസുമെല്ലാം എത്തിയതിനു ശേഷമാണ് വാതിൽ തുറക്കുന്നത്. ഇതിലൊരു ആദ്യഘട്ട ഒരു പരിശോധനയിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതുകൊണ്ട് AC-യിൽ നിന്ന് ലീക്കേജ് ഉണ്ടായി കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതുകൊണ്ടാണോ മരണകാരണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതൊരു സ്ഥിരീകരിക്കാത്ത വിവരവുമാണ്. എന്തായാലും കൂടുതൽ പരിശോധനകൾ നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൃത്യമായ ഒരു വിശദീകരണം കൃത്യമായ ഒരു വിവരം ഇതിൽ ലഭിക്കുകയുള്ളൂ. ആരും ഇതിൻ്റെ സാക്ഷികളായിട്ട് ആരും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ ഇതും നോക്കാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക്കിൻ്റെയും നമുക്ക് എല്ലാവിധ ഇതിൻ്റെ ആൾക്കാരുടെയും സേവനം നമ്മൾ തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വ്യക്തമായിട്ട് പറയാൻ പറ്റും. വാഹനവുമായി ബന്ധപ്പെട്ട് ചില റിപ്പയറിംഗ് പ്രവർത്തികളെല്ലാം നടന്നിരുന്നുവെന്ന് നേരത്തെ മരിച്ചവരുടെ സുഹൃത്തുക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ഇതിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്ന് പോലീസും പറയുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുകയും ചെയ്യും. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.